Alhamdulillah Rabbil Alamin. Nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi ta'ala min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم ونفسي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا كونوا قوامين لله شهداء بالقسط ولا يجرمنكم شنآن قوم على ألا تعدلوا هو أقرب للتقوى واتقوا الله إن الله خبير بما تعملون. ആദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കുവാൻ നാം ഓരോരുത്തരെയും ആദ്യമായി വസിയത്ത് ചെയ്തുകൊള്ളു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച മുത്തഫഖുൻ അലൈഹി ആയ ഒരു ഹദീസാണ് ഞാൻ ആദ്യമായി ഉദ്ധരിക്കാൻ പോകുന്നത്. ആ ഹദീസ് വളരെ സഹീഹാണ്, വളരെ ശരിയാണ്. ഇൻഷാ അല്ലാഹ് അത് വിശദമായി ഏതാനും ഖുതുബകളിലൂടെ പഠിക്കേണ്ടതാണ്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, صلاة يظلهم الله يوم القيامة في ظله يوم لا ظل إلا ظله إمام عادل وشاب نشأ في عبادة الله ورجل ذكر الله خاليا ففاضت عيناه ورجل قلبه معلق في المساجد ورجلان تحابا في الله ورجل ذات امرأته ذات منصب وجمال إلى نفسها قال إني أخاف الله ورجل تصدق بصدقة فأخفاها حتى لا تعلم شماله ما صنعت يمينه. ചെറിയ വകഭേദങ്ങളോടുകൂടി ഹദീസുകളെയും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഹദീസ് പഠിക്കേണ്ടതാണ്. പഠിച്ച പോലെ അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. ഹദീസിന്റെ അർത്ഥം നിങ്ങളെല്ലാവർക്കും പരിചയമുള്ള ഹദീസാണ്. സബാത്തുൻ, 7 ആളുകൾ, 7 വിഭാഗം ആളുകൾ. യുദില്ലുഹുമുല്ലാഹു യൗമൽ ഖിയാമത്തി ഫീ ദില്ലിഹി, ഖിയാമത്ത് നാളിൽ അല്ലാഹു അവന്റെ തണലിൽ ഈ 7 വിഭാഗം ആളുകൾക്ക് തണൽ നൽകും.
മഹ്ശറയിൽ ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ തണലിൽ 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു തണലേകും. യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു, അന്ന് അല്ലാഹുവിന്റെ തണലല്ലാതെ വേറൊരു തണലും ഇല്ല. അല്ലാഹുവിന്റെ മാത്രം തണലുള്ള ആ ഖിയാമത്ത് നാളിൽ മഹ്ശറിൽ 7 വിഭാഗം ആളുകൾക്കാണ്. അതിലൊരു വിഭാഗം ഇമാമുൻ ആദിലും, നീതിമാനായ ഭരണാധികാരി. 2 വശാഖുൻ നശ്അ ഫി ഇബാദത്തില്ല, അല്ലാഹുവിന്റെ ഇബാദത്തിൽ വളർന്ന യുവാവ്. 3 റജുലുൻ ദക്കറല്ലാഹ ഫി ഖാലിഹി ഫി ഖലാഇൻ ഫഫാറത് ഐനാ, അല്ലാഹുവിനെ ഒറ്റയ്ക്കിരുന്ന് ഓർത്ത് കണ്ണീരൊലിപ്പിച്ചയാൾ. വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസ്ജിദ്, പള്ളിയുമായി ഹൃദയത്തെ ബന്ധിപ്പിച്ചയാൾ. വറജുലാനി തഹബ്ബാ ഫില്ലാ, അല്ലാഹുവിന്റെ കാര്യത്തിൽ സ്നേഹിച്ചയാൾ. ആ ദീനിന്റെ കാര്യത്തിൽ അവർ സുഹൃത്തുക്കളാണ്, അതിനുവേണ്ടി കൂടുന്നു പിരിയുന്നു. ഒരു യുവാവ്, അവിടെ ഒരു സുന്ദരിയും കുലീനയുമായ സ്ത്രീ, അവളിലേക്ക് അയാൾ ക്ഷണിക്കുന്നു തെറ്റിനു വേണ്ടി. അപ്പോൾ അയാൾ പറഞ്ഞു, ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു. തന്റെ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാത്ത വിധം അല്ലാഹുവിന്റെ മാർഗത്തിൽ രഹസ്യമായി ദാനം ചെയ്യുന്നയാണ്. ഇങ്ങനെ 7 വിഭാഗം ആളുകൾക്ക് മഹ്ശറയിൽ തണലുണ്ട് എന്നാണ് ഈ ഹദീസ് പഠിക്കുന്നത്. വളരെ സ്വഹീഹായ ഹദീസാണ്. മഹ്ശറയെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരാളും വിട്ടൊഴിയാതെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഇടമാണ് മഹ്ശറ. ആ മഹ്ശറയുടെ സവിശേഷത, അവിടെ മനുഷ്യൻ അതേ പടി തന്നെ ഹാജരാക്കപ്പെടും. നഗ്നരും നഗ്നപാതരുമായിരിക്കും. തങ്ങൾ നഗ്നരാണെന്ന് പോലും അറിയാത്ത വിധം പേരാലായിരിക്കും മനുഷ്യൻ. മഹ്ശറയിൽ എല്ലാവരും ഒറ്റക്കായിരിക്കും. ഒറ്റക്കാണ് വരവില്ല. അവിടെ ബന്ധങ്ങളും സുഹൃത്തുക്കളൊന്നുമില്ല. സ്വന്തം മക്കളിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്ന്, ഇണകളിൽ നിന്നൊക്കെ ഓടി അകലുന്ന ദിവസമാണ് മഹ്ശറ. പല അൻസാബ ബൈനഹും, അവിടെ ഒരു കുടുംബബന്ധം വഹിക്കാൻ, അങ്ങനത്തെ ഒരു ഇടമാണ് മഹ്ശറ. മഹ്ശറയെ കുറിച്ചുള്ള ഹദീസിലും ഖുർആനിലും വന്ന വർണ്ണനകൾ, പരലോകത്തെ ഏറ്റവും തീക്ഷ്ണമായ ഒരു ഘട്ടം മഹ്ശറയാണ് എന്നാണ് ഹദീസുകളിൽ പറയുന്നത്. സൂര്യൻ തലക്കുമുകളിൽ എന്ന് പറയുമാതിൽ തീക്ഷ്ണമാണ് മഹ്ശറ. അത്രയും ചൂടും അത്രയും പ്രയാസവും അനുഭവിക്കുകയായിരിക്കും. ഓരോരുത്തരും നഫ്സി എന്റെ കാര്യം എന്തായി എന്ന് നോക്കുന്ന ഇടമാണ്. ഒരാളും മറ്റൊരാളെ സഹായിക്കില്ല. അങ്ങനെ എനിക്ക് എന്റെ ബന്ധുക്കളിൽ നിന്ന്, വേണ്ടപ്പെട്ടവരിൽ നിന്ന്, മക്കളിൽ നിന്ന്, ഇണകളിൽ നിന്നൊക്കെ ഓടിയാക്കിയാണ്. എന്നിട്ടോ ഇവരെ പകരം കൊടുത്തിട്ട് ഞാൻ രക്ഷപ്പെട്ടെങ്കിൽ എന്ന് മനുഷ്യൻ ചിന്തിക്കുന്ന ഒരിടം അത് മഹ്ശറയാണ്. അതേസമയം ആ മഹ്ശറയിൽ എല്ലാവരും ദാഹാർത്തരായി കഴിയുമ്പോൾ അല്ലാഹു ചില ആളുകൾക്ക് ആശ്വാസം കൊടുക്കും. സ്വർഗ്ഗത്തിൽ പോകണം പോലും ബേജാറിലായിരിക്കും മഹ്ശറയിൽ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ സവിശേഷമായ തണൽ, മറ്റാർക്കും കിട്ടാത്ത തണൽ 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു തആല നൽകും എന്നാണ് ഈ ഹദീസിൽ റസൂൽ പഠിപ്പിക്കുന്നത്. ആ 7 വിഭാഗം ആളുകളെയാണ് ഇനി വിശദീകരിക്കുന്നത്. ഒരെണ്ണത്തിലെ ആഴ്ച 10 പറയാം. അപ്പൊ മഹ്ശറയാണ്,
അവിടെ അത്രയും തീഷ്ണമാണ്. നമുക്ക് ആർക്കും രക്ഷ കിട്ടാത്ത ഒരു സ്ഥലത്ത് അവിടെ അള്ളാഹുവിന്റെ ഒരു തണൽ നൽകപ്പെടുന്നത് ഈ 7 വിഭാഗം ആളുകൾക്കാണ്. അതിലൊന്ന് പറഞ്ഞത് ഇമാമും ആദിലും, നീതിമാനായ ഭരണാധികാരി എന്നാണ്. ഭരണാധികാരി എന്നതുകൊണ്ട് രാജ്യം ഭരിക്കുന്ന ഖലീഫ, പ്രസിഡന്റ് എന്ന് തന്നെ വെക്കേണ്ടതില്ല. ഒരു സംഘത്തെ, ഒരു ടീമിന്റെ ലീഡർഷിപ്പിലുള്ള ആൾ, എല്ലാവരും ഒരർത്ഥത്തിൽ ലീഡർഷിപ്പുള്ള ആളുകളാണ് ഒരു പരിധി വരെ. അത് കുല്ലുക്കും പ്രായം കുല്ലുക്കും മസ്ഊലൻ റഅയത്തിഹിന. എല്ലാവരും ഭരണീയരാണ്, തങ്ങൾ ഭരണകർത്താക്കളാണ്. തങ്ങളുടെ ഭരണീയരെ കുറിച്ച് അള്ളാഹുവിനോട് ഉത്തരം പറയേണ്ടി വരും. ഒരു വീട്ടിൽ വാപ്പ ഭരണകർത്താവാണ്, തന്റെ മക്കളോട് നീതി കാണിക്കാൻ അയാൾ ബാധ്യസ്ഥനാണ്. ഉമ്മ ലീഡർഷിപ്പിലുണ്ടാവും. ഉമ്മ മക്കളോട്, ബന്ധുക്കളോട് നീതി കാണിക്കുന്നുണ്ടോ എന്നുള്ളത് ഉത്തരവാദിത്തമുള്ള കാര്യമാണ്. ഒരു മഹല്ലിന് നേതാവ് ഉണ്ടാവും. നമ്മുടെ നാട്ടിലൊക്കെ ജനാധിപത്യ വ്യവസ്ഥയിൽ വാർഡിനും പഞ്ചായത്തിനും എല്ലാത്തിനും ഭരണാധികാരികൾ ഉണ്ടാവും. ഒരു സ്കൂളിലൊരു ലീഡർ ഉണ്ടാവും, ഹെഡ് മാസ്റ്റർ ഉണ്ടാവും. ഒരു കോളേജിലൊരു പ്രിൻസിപ്പൾ ഉണ്ടാവും. ഒരർത്ഥത്തിൽ എല്ലാവരും ഒരർത്ഥത്തിൽ അവരുടേതായ തലത്തിൽ ലീഡർഷിപ്പിലായിരിക്കും. പക്ഷെ ആ ഇമാമിനെ ഇവിടെ വിശേഷിപ്പിച്ചത് ആദിലായിരിക്കണം, അയാൾ നീതിമാനായിരിക്കണം. നീതിമാനായ, നീതിയോടുകൂടി തന്റെ നേതൃത്വ ഉത്തരവാദിത്വം നിർവഹിച്ചയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറിൽ സവിശേഷ തണൽ നൽകും എന്നാണ് ഈ ഹദീസ് പഠിപ്പിച്ചത്. ഇത് നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ലാത്തൊരു കാര്യം. ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത നീതി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ലോകത്ത് നീതി നടപ്പാക്കിയത് ഇസ്ലാമാണ്. നീതിയാണ് നടപ്പാക്കപ്പെടേണ്ടത് എന്ന് ശക്തമായി കൽപ്പിക്കുന്നത് ഇസ്ലാമാണ്. എല്ലാ പ്രവാചകന്മാരും ലോകത്തോട് കൽപ്പിച്ചത് ഈ നീതി വ്യവസ്ഥയാണ്. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹാ വൈദാ ഹക്കംതും ബൈനൻ നാസി അൻ തഹ്കുമു ബിൽ അദ്ൽ ഇന്നല്ലാഹ നിഅമ്മാ യഅദുക്കും ബി ഇന്നല്ലാഹ കാന സമീഅൻ ബസീറ. സൂറത്തുൽ നിസായിൽ കാണുക, നമ്മൾ പഠിക്കേണ്ട ആയതാണ്. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹാ. അല്ലാഹു തആല നിങ്ങളോട് കൽപ്പിക്കുന്നു അമാനത്തുകൾ അതിന്റെ അർഹരായ ആളുകളെ ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പൊ പള്ളി ഒരാൾ അതിന്റെ അർഹരായ ഏൽപ്പിക്കണം, രാജ്യം അതിന്റെ അർഹരായ ആളുകളെ ഏൽപ്പിക്കണം. ഓരോന്നിന്റെയും അമാനത്തുകൾ അഥവാ എല്ലാ വിശ്വസിച്ചേൽപ്പിച്ച സംഗതികൾ അതിന്റെ അർഹരായ ആളുകളെ ഏൽപ്പിക്കണം എന്നതാണ്. ജനങ്ങൾക്കിടയിൽ അവർ തീർപ്പ് കൽപ്പിക്കുമ്പോൾ നീതിയോടെ തീർപ്പ് കൽപ്പിക്കണം, നീതിപൂർവ്വം തീർപ്പ് കൽപ്പിക്കണം. അല്ലാഹു നിങ്ങൾ എത്ര നല്ല ഉപദേശമാണ് നൽകുന്നത്. അല്ലാഹു എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്. നീതി നടപ്പാക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത്. യോഗ്യരായ ആളുകളെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കണമെന്നാണ്. ആ യോഗ്യരായ ആളുകൾ ജനങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുമ്പോൾ പക്ഷപാതരഹിതമായി നീതിപൂർവ്വം നടപ്പാക്കണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. എല്ലാ അമ്പിയാക്കന്മാരും കൊണ്ടുവന്ന ഏറ്റവും വലിയ സന്ദേശം ഈ നീതി എന്ന് പറയുന്നതാണ്. വ്യക്തമായ പ്രമാണങ്ങളുമായിട്ടാണ് നാം പ്രവാചകന്മാരെ അയച്ചത്. ആ പ്രവാചകന്മാരോടൊപ്പം വേദഗ്രന്ഥവും നാം ഇറക്കി. തീർന്നില്ല, ത്രാസും ഇറക്കി. രണ്ടെണ്ണാണ് അമ്പിയാക്കന്മാർ കൊടുത്തത്. ഒന്ന് അല്ലാഹുവിന്റെ വേദഗ്രന്ഥം, ഒപ്പം ത്രാസ്, മീസാൻ. ആ മീസാൻ എന്ന് പറയുന്നത് നീതി എന്ന അർത്ഥത്തിലാണ്. നീതി നടപ്പാക്കലായിരുന്നു അമ്പിയാക്കന്മാരുടെ മുഖ്യ ദൗത്യം. ജനങ്ങൾക്കിടയിൽ നീതിപൂർവ്വം നീതി നടപ്പാക്കുന്നതിന് വേണ്ടി മീസാൻ കൊടുത്തയച്ചു എന്നാണ്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ മറ്റൊരു ഭാഗത്ത് വിശദീകരിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വസിച്ചവരെ,
കൂനു ഖവാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്, നിങ്ങൾ നീതിയോടുകൂടി ജനങ്ങൾക്കിടയിൽ നിലകൊള്ളണം. വലാ യജ്രിമന്നകും ശൻആനു ഖൗമിൻ അലാ അല്ലാ തഅ്ദിലു, ഒരു ജനതയുടെ വിരോധം അവരോട് അനീതി കാണിക്കാൻ കാരണമായി തീരരുത്. യഖ്ദിലു, നിങ്ങൾ നീതി കാണിക്കണം. വഅഖ്റബു ലിത്തഖ്വ, അതാണ് തഖ്വയോട് ഏറ്റവും അടുത്തത്. വത്തഖുല്ലാഹ, അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു ഖബീർ ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ്. നമ്മുടെ നീതി നടപ്പാക്കുക എന്നത് ഒരു വലിയ കാര്യമാണ്. ഞാൻ ഈ കുടുംബ പ്രശ്നങ്ങൾ പലപ്പോഴും എൻ്റെ അടുക്ക വരുമ്പോൾ ആ കുടുംബ പ്രശ്നങ്ങളെ സൂക്ഷ്മമായി പഠിച്ചു നോക്കിയാൽ അതിൻ്റെ പിന്നിൽ ഒരു അനീതി നടന്നിട്ടുണ്ടാവും. ഒരു അനീതി നടന്നിട്ടുണ്ടാവും. ഒരു ഉമ്മ മക്കൾ തമ്മിൽ വഴക്കാണ്, മക്കൾ എന്നോട് മിണ്ടുന്നില്ല, കേസ് നോക്കുമ്പോൾ എന്താ, ആ ഉമ്മ നീതി കാണിച്ചിട്ടില്ല, ഉപ്പ നീതി കാണിച്ചിട്ടില്ല, എന്തോ ചില പക്ഷപാതിത്വങ്ങൾ കാണിക്കുന്നു. അവിടെ നിന്ന് തുടങ്ങി ലോകത്ത് മുഴുവൻ പക്ഷപാതമാണ്. നമ്മുടെയൊക്കെ നീതിന്യായ വ്യവസ്ഥയിൽ പോലും പ്രകടമായ പക്ഷപാതങ്ങൾ, ജനങ്ങൾ ഒന്നാകെ അത് അനീതിപരമാണെന്ന് വിശ്വസിക്കുന്ന വിധിന്യായങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു നീതിയും മര്യാദയില്ലാത്ത നിലപാട്. അതേസമയം ഖുർആൻ ഇവിടെ പറഞ്ഞു, ശത്രുവാണെങ്കിൽ പോലും, നിങ്ങളോട് വിരോധമുള്ളവരാണെങ്കിൽ പോലും അനീതി കാണിക്കരുത്. ഇസ്ലാമിക ചരിത്രത്തിലൊക്കെ 100 ഉദാഹരണങ്ങളിൽ കാണാൻ കഴിയും. മുസ്ലിമായിരിക്കും, വേണ്ടപ്പെട്ട ആളായിരിക്കും, ബന്ധുവായിരിക്കും, പക്ഷേ നീതി വിട്ടുള്ള ഒരു കളിയില്ല. റസൂൽ കൊണ്ടുവരുന്ന ഇസ്ലാമിക അവതരിപ്പിക്കുന്ന കാലത്ത് ലോകത്തെ വാക്യം തന്നെയാണുള്ളതാണ്. ഇപ്പോഴും ഇല്ല. പല ഭരണകൂടങ്ങൾക്കും ലോകത്ത് നീതി എന്ന് പറഞ്ഞ മര്യാദയില്ല. അന്ന് അങ്ങനെയൊന്നില്ല, നീതിയില്ല. നമ്മൾ മനസ്സിലാക്കണം. ഒരു ഇന്ത്യ കേരളത്തിലൊക്കെ നിങ്ങൾ മനസ്സിലാക്കി നോക്കിയിട്ടുണ്ടോ? ഈ രാജാക്കന്മാരൊക്കെ ജീവിച്ചിരുന്ന എങ്ങനെ? രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ രാജാവിന്റെ കയ്യിലാണ്. കേരളം ഇങ്ങനെ പൊറുതി മുട്ടി കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് ദുരിതപൂർണമായ ജീവിതം നയിക്കുമ്പോഴൊക്കെ തിരുവിതാംകൂർ ഭരണകൂടത്തിന്റെ കയ്യില് എന്തോരം സ്വർണത്തിന്റെ വലിയ വലിയ കൂമ്പാരങ്ങളാണ് അവർ കെട്ടിക്കുട്ടി വെച്ചിരുന്നത്. രാജാക്കന്മാർ അങ്ങനെയായിരുന്നു. ഉർമുസ് ചക്രവർത്തി, പേർഷ്യൻ ഉർമുസ് ചക്രവർത്തി മഹാനായ ഉമർ റളിയല്ലാഹുവിനെ കാണാമെന്നൊരു ചരിത്രമുണ്ട്. അങ്ങനെ ഉമർ റളിയല്ലാഹുവിന് ഏകദേശം 22 രാഷ്ട്രങ്ങൾ ഉമർ റളിയല്ലാഹുവിന്റെ കീഴിലായി. വിഭജിക്കപ്പെട്ട് കിടന്നിരുന്ന ഇന്നത്തെ 10-22 രാഷ്ട്രങ്ങൾ, പലസ്തീൻ അടക്കം, ഇറാഖ് അടക്കം ഉമർ റളിയല്ലാഹുവിന്റെ അധീനതയിൽ വന്നിരിക്കുക. അങ്ങനെ ലോകത്തിന്റെ വലിയൊരു സാമ്രാജ്യത്തിന്റെ അധിപനെ കാണാൻ പേർഷ്യയുടെ രാജാവ് അദ്ദേഹത്തിന്റെ കൊട്ടാരം ചെന്ന് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഈന്തപ്പനയുടെ ഒരു ചാല കൊണ്ട് ഇങ്ങനെ മറച്ചു വെച്ചൊരു കുടിയിൽ രാജാവിനോ, ലോകത്ത് ആദ്യമാണ് അങ്ങനെ ഒരു സംഭവം കാണുന്നത്. രാജാവ് വലിയ രമ്യഹർമ്മങ്ങളിൽ, വലിയ കൊട്ടാരങ്ങളിൽ ഇങ്ങനെ കഴിയ, എന്നിട്ട് അതിൽ പാവങ്ങളായ മനുഷ്യർ ചുറ്റും ജീവിക്കലല്ലേ. രാജാവ് ജീവിക്കേണ്ടത് വലിയ സ്വർണം കൊണ്ട് വിളഞ്ഞ കട്ടിലുകളിൽ, വലിയ കിരീടത്തിൽ, വലിയ സിംഹാസനത്തിൽ. പക്ഷെ ഇവിടെ കണ്ടത് വേറൊരു കാഴ്ച. ഒരു കുടിലിൽ, ലോകത്തിന്റെ വലിയൊരു ഭാഗം കീഴടക്കിയ ഉമ്മർ ഒരു കുടിലിൽ ജീവിക്കുന്നു. ചോദിച്ചു, എവിടെ ഉമ്മർ? വീട്ടുകാർ പറഞ്ഞു, എവിടെയെന്ന് അറിയില്ല, അവിടെ പുറത്തു പോയി. ഒരു രാജാവ് പോയത് എവിടെയെന്ന് അറിയില്ല, പള്ളിയിലുണ്ടായേക്കാം എന്ന് മറുപടി കൊടുത്തു. പള്ളിയിൽ ചെന്ന് ചോദിക്കുന്നവര്, പള്ളിയിൽ പോയപ്പോ പള്ളിയിലുണ്ടായിരുന്നു, പെടുന്ന കൊടുക്കാൻ പോയതെന്ന് അറിയില്ല. രാജാവിനെ കുറിച്ചാണ്, വലിയ ഭരണാധികാരിയെ കുറിച്ച്. അങ്ങനെ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു തന്റെ കൈ ചെരിച്ചു വെച്ച് അവിടെ കിടന്ന് ഉറങ്ങുന്ന രംഗം കണ്ടത്. അപ്പോഴാണ് രാജാവ് പറഞ്ഞത്, നിങ്ങൾ നീതി കാണിച്ചു, നിങ്ങൾ നന്നായി വിധിച്ചു, നീതി കാണിച്ചു, അതുകൊണ്ട് നിങ്ങൾ കുറഞ്ഞാൻ സാധിക്കും. കാരണം ഇത് വിഷയം വളരെ ഗൗരവത്തിലാണ് ഇസ്ലാം പഠിക്കുന്നത്, നീതിയുടെ ഭരണാധികാരി. കാരണം റസൂൽ അതാ പഠിപ്പിച്ചു കൊടുത്തത്. സമ്പന്ന വീട്ടിലെ പെൺകുട്ടി തെറ്റ് ചെയ്തപ്പോ ശിക്ഷയിൽ ഇളവ് ചെയ്ത് കൊടുക്കാൻ റസൂലുള്ളാഹിയോട്
സഹാബാക്കളിൽ ഒരാളടുത്ത് പറഞ്ഞു, അതാണ് ഇന്നത്തെ ലോകം. അവര് ഇസ്ലാമിനെ പഠിച്ചു വരികയായിരുന്നു. നമുക്ക് വേണ്ടപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്, ശിക്ഷയിൽ ഒരിടവ് ചെയ്ത് കൊടുക്കണം റസൂലെ. ഹദീസുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. റസൂൽ അത്ര ഗൗരവത്തിലായിരുന്നു അത് കേട്ടപ്പോ. റസൂലിന്റെ മുഖം ചുവന്നിരുന്നു. അതീവ ഗൗരവത്തോടു കൂടിയാണ് റസൂൽ പറഞ്ഞത്, മുൻകാല സമുദായങ്ങൾ ശിക്ഷിക്കപ്പെടാൻ കാരണം അവരിലെ സമ്പന്നരും വേണ്ടപ്പെട്ടവരും തെറ്റ് ചെയ്താൽ വെറുതെ വിടുകയും പാപങ്ങൾ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കുകയും ചെയ്തതിന്റെ പേരിലാണ്. എന്നോട് റസൂൽ പറഞ്ഞത്, ലൗ സരിക്കത്ത് ഫാത്തിമ ബിന്തു മുഹമ്മദ് ലഖത് യദഹ, എന്റെ മകൾ ഫാത്തിമ കട്ട അവരുടെ കൈ ഞാൻ മുറിക്കുക തന്നെ ചെയ്യും. മോളാണ് കട്ടതെങ്കിൽ ഒരു വിട്ടുവീഴ്ചയില്ല, എന്റെ മോളെ കൈ ഞാൻ മുറിക്കും എന്ന് ലോകത്തോട് നീതിയുടെ ഉന്നതമായ വർത്തമാനം പഠിപ്പിച്ചു. അവസാനമാ റസൂലിന്റെ പാഠശാലയിൽ പഠിച്ച, റസൂൽ പഠിപ്പിച്ചെടുത്ത ഭരണാധികാരികളായ ഉമർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ ലോകത്തിന് ഏറ്റവും വലിയ മാതൃക കാണിച്ചു. അവിടെ വലിയവനൊന്നോ ഇല്ല, ചെറിയവനൊന്നും ഇല്ല, എല്ലാവർക്കും തുല്യത. ജബില എന്ന് പറയുന്ന ഒരു രാജാവ് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി മക്കയിലെത്തി. ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും ഇസ്ലാമിനെ മനസ്സിലാക്കാനും വേണ്ടി പുറംനാട്ടിലെ രാജാവാണ്. രാജാവിന്റെ പ്രൗഢിയോടുകൂടി വന്നു. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ സ്വീകരിച്ചു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. എന്നിട്ട് അദ്ദേഹം കഅബ തവാഫ് ചെയ്യാൻ ഒരുങ്ങി. കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കെ ജബല എന്ന് പറഞ്ഞ രാജാവിന്റെ മുണ്ടിൽ വസ്ത്രത്തിൽ തവാഫിനിടയ്ക്ക് ഒരാൾ ആ വസ്ത്രത്തിൽ ചവിട്ടി. ഉടനെ തന്നെ മതാഫിലിട്ട് ജബല ആ സാധാരണക്കാരന്റെ കവളത്തടിച്ചു. ഇത് കണ്ട ഉമർ റളിയല്ലാഹു അൻഹു ചാടി എണീറ്റ് ജബലയുടെ കൈപിടിച്ചു, രാജാവിന്റെ കൈപിടിച്ചു മാറ്റി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അന്യായമായി ഒരാളുടെ മുഖത്തടിച്ചിരിക്കുന്നു, നിങ്ങളോട് പ്രതിക്രിയ ചെയ്യും. ജബല എടുത്ത വഴിക്ക് പറഞ്ഞു, ഞാൻ രാജാവാണ്. നിങ്ങൾക്ക് വർത്താനായി പറഞ്ഞേ, ഞാൻ രാജാവാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവിടെ രാജാവും പ്രതിയൊന്നുമില്ല, അനീതി കാണിച്ചവനാരാണോ ശിക്ഷ നേരിടേണ്ടി വരും. ജബല ചോദിച്ചു, ഇതാണോ നിങ്ങളുടെ ദീൻ? അതാണ് ഞങ്ങളുടെ ദീൻ. ഈ സാധാരണക്കാരൻ മുണ്ടിൽ ചവിട്ടിയതിന്റെ പേരിൽ അന്യായമായി അടിച്ചിട്ടുണ്ടെങ്കിൽ രാജാവിൽ എത്ര വലിയവനാണെങ്കിലും തിരിച്ചടിക്കും. ഉമർ റളിയല്ലാഹു അൻഹു ജബല പറഞ്ഞു, ഞാൻ ഈ ഇസ്ലാമിനെ കൈയൊഴിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, രാജ്യദ്രോഹത്തിന്റെ പേരിൽ നിങ്ങളെ വധിക്കുന്ന ഞാൻ നിങ്ങളെ വധശിക്ഷ നടപ്പാക്കും. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ജബല പറഞ്ഞു, ഈ സാധാരണക്കാരന് അടി കിട്ടുന്നതിനേക്കാൾ നല്ലത് രാജ്യത്തിന്റെ വധശിക്ഷ കിട്ടലാണ്. ഏതാ വേണ്ടതെന്ന് ആലോചിക്കാൻ എനിക്കൊരു അവസരം തരണം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശരി, അവസരം തരാം. പക്ഷെ അവിടെ ഉമർ റളിയല്ലാഹു അൻഹു കബളിപ്പിക്കപ്പെട്ടു. രാത്രിക്ക് അതിഗൂഢ രഹസ്യമായി ജബല രക്ഷപ്പെട്ടു എന്നതാണ് ചരിത്രം. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു സമ്മതിച്ചില്ല. ആ സാധാരണക്കാരന് നീതി കിട്ടണമെന്ന് പറഞ്ഞു. ലോകത്തിന്റെ വലിയ മാതൃക. അതുകൊണ്ടാണ് ഗാന്ധിജി പോലും പറഞ്ഞത്, ഉമർ റളിയല്ലാഹു അൻഹു ഉമറിനെ പോലെ അബൂബക്കറിനെ പോലത്തെ നീതി ഇഷ്ടമായി ഭരണം തരണമെന്ന്. നെപ്പോളിയൻ പോലപ്പത്ത് പറഞ്ഞല്ലോ. നെപ്പോളിയൻ പറഞ്ഞത്, എനിക്ക് ലോകം മുഴുവൻ കീഴടക്കണം, ലോകം മുഴുവൻ കീഴടക്കണം. ഒരു ദിവസം ഉമറിനെ പോലെ ജീവിക്കുകയും വേണം. പക്ഷെ ഒരു ദിവസം ഉമറിനെ പോലെ നെപ്പോളിയന് ജീവിക്കാൻ സാധിച്ചില്ല. ഉമറിനെ പോലെ ഒരു ദിവസം ജീവിക്കണം. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരുഭൂമിയിൽ ഉദയം ചെയ്ത ഒരു ദർശനത്തിന്റെ അതുവരെ നാട്ടിനെ വെച്ച് നടന്ന ഉമർ എന്ന ഭരണാധികാരിയുടെ ഒരു ദിവസം അദ്ദേഹത്തെ പോലെ ജീവിക്കണമെന്ന് ആധുനിക ലോകത്തിൽ ഒരു ഭരണാധികാരി ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന്റെ നീതിയുടെ ആഴം എത്ര വലുതാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. തന്റെ മകൻ പ്രഗത്ഭനായ പണ്ഡിതൻ, പ്രവാചകന്റെ ശിക്ഷണത്തിൽ വളർന്ന ആൾ, മഹാനായ സ്വഹാബി ഉമർ ബിൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ ഒരു പ്രവിശ്യയുടെ ഗവർണറാക്കണമെന്ന നിർദ്ദേശം വന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറ്റില്ല, എന്റെ മകൻ എന്ന നിലക്ക് പറ്റൂല, രണ്ടാളും കൂടി വേണ്ട, അത് ഭരണദുസ്വാധീനമായി തീരും എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഒഴിവാക്കി. നമ്മൾ പലപ്പോഴും കേട്ട സംഭവമാണല്ലോ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അബ്ദുല്ലാഹ് റളിയല്ലാഹുവിന്റെ മകൻ ഒരു കുതിര പടയോട്ടത്തിൽ
ഒരു ക്രിസ്ത്യാനി പയ്യനെ പിടിച്ച് അടിച്ച കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെയും അതേപോലെ തന്നെ എല്ലാവരെയും വിളിച്ചു വരുത്തി കോപ്റ്റിക് ക്രിസ്ത്യാനി പയ്യനെ കൊണ്ട് അംർ ബിൻ ആസിന്റെ മകനെ തിരിച്ചടിച്ചു. മകനെ അടിങ്ങനെ കൊണ്ടുവരുന്നത് കണ്ടപ്പോ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ദയനീയമായി സുഹൃത്തു കൂടി ഉമർ റളിയല്ലാഹുവിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. പക്ഷെ അടി കഴിഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ആ മറ്റേയോട് ചോദിച്ചു, നിനക്ക് ഗവർണർ പിടിച്ചടിക്കണം, ആ പദവി വെച്ചിട്ടല്ലേ അച്ഛനെ വാപ്പ ഗവർണറാക്കി വെച്ചിട്ടല്ലേ നിന്നെ അടിച്ചത്? അവൻ പറഞ്ഞു, വേണ്ട, എന്നെ അടിച്ചത് ഈ പയ്യനാണ്, ഇതിനെ തിരിച്ചടിച്ചാൽ മതി. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ച ലോകത്തെ ഏറ്റവും വലിയ മഹത്തായ ഒരു വാക്യം, ലോകത്തിലെ മുഴുവൻ ഭരണാധികാരികളും ലോകത്തിലെ മുഴുവൻ ഉത്തരവാദിത്തമുള്ള ആളുകളും അക്ഷരാർത്ഥത്തിൽ പഠിക്കേണ്ട മഹത്തായ സന്ദേശവും മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്നാണ് ജനങ്ങളെ അടിമകളാക്കാൻ നിങ്ങൾക്ക് അധികാരം കിട്ടിയത്? അവരുടെ ഉമ്മമാർ അവരെ പ്രസവിച്ചത് സ്വതന്ത്രരായിട്ടാണ്. മനുഷ്യന്മാരെ അടിമകളാക്കാൻ നിനക്ക് എന്ത് അധികാരം? എല്ലാവരും അവരുടെ മക്കളെ സ്വതന്ത്രരായിട്ടാണ് പെറ്റത്. അവിടെ ജാതിയില്ല, മതമില്ല, ദേശമില്ല, വർണ്ണമില്ല, മനുഷ്യരൊന്നാണെന്ന്, നീതിയുടെ മുമ്പിൽ ഒന്നാണെന്ന് റളിയല്ലാഹു പറയാം. അങ്ങനെയാണല്ലോ ഇതേ അംർ ബിൻ ആസ് മദീന വിട്ട് ഈജിപ്തിൽ ഇസ്ലാം വികസിച്ചപ്പോൾ ഒരു ക്രിസ്ത്യൻ സ്ത്രീയുടെ വീട് പൊളിച്ച് പള്ളി പുനർനിർമ്മിച്ച ചരിത്രമുണ്ട്. ആ പള്ളി അനിവാര്യമാണ്, കാരണം മുസ്ലിംകൾ ധാരാളം പ്രവർത്തിച്ചു, ചെറിയ പള്ളിയാണ്. പള്ളി വലുതാക്കണമെങ്കിൽ ഒരു ക്രിസ്തീയ സഹോദരിയുടെ വീട് പൊളിച്ചേ പറ്റും. അംർ ബിൻ ആസ് അവരോട് വിലക്ക് ചോദിച്ചു, വീട് തരില്ല. അവരോട് പറഞ്ഞു 3 ഇരട്ടി പൊന്നുവില തരാം. അവർ പറഞ്ഞു, ഞാൻ തരില്ല. അതിന് പറഞ്ഞ ന്യായം ഭയങ്കര അത്ഭുതമാണ്. ആ സ്ത്രീ പറഞ്ഞത്, ഞാൻ അതീവ സുരക്ഷിത സ്ഥലത്താണ്. സ്ത്രീ പറയാം, കാരണം ഞാനൊരു മസ്ജിദിന്റെ അടുത്താണ്, ആ സുരക്ഷിതത്തെ കളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ പള്ളി വലുതാക്കാതെ നിവൃത്തിയില്ലല്ലോ. അംർ ബിൻ ആസ് ഈ ക്രിസ്തീയ സഹോദരിയുടെ അനുവാദം കാത്തു നിന്നില്ല, വീടങ്ങ് കുറിച്ചു, പള്ളി വലുതാക്കി. പക്ഷെ അവര് നേരെ ഉമർ റളിയല്ലാഹു അൻഹു മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഗവർണർ എന്റെ അനുമതി കൂടാതെ വീട് കുറിച്ചു. ക്ഷണനേരം ഉമർ റളിയല്ലാഹു അൻഹു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെ, അതിപ്രഗൽഭനാണ് അംർ ബിൻ ആസ്, മദീനയിലേക്ക് വിളിപ്പിച്ചു. എന്നോട് ചോദിച്ചു, ഇവരുടെ അനുമതി കൂടാതെ വീട് കുറിച്ചു. ആ ചർച്ച ഭയങ്കര രസകരമാണ്. ഈ ചോദ്യം ചോദിക്കുമ്പോൾ വിശദീകരണ സ്വഭാവത്തിൽ അംർ ബിൻ ആസ് പറയാൻ തുടങ്ങുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഇടപെടും. അതൊന്നും എനിക്ക് കേൾക്കണ്ട, യെസ് ഓർ നോ ആൻസർ. ഇവരുടെ അനുമതി കൂടാതെ വീട് പൊളിച്ചോ? അംർ ബിൻ ആസ് പറഞ്ഞു, പൊളിച്ചു. എങ്കിൽ മറ്റൊന്നുമില്ല, പള്ളി ഉടനെ പൊളിക്കണം, പള്ളി പൊളിച്ചു മാറ്റണം. പള്ളി പൊളിച്ചു മാറ്റിയിട്ട് യഥാസ്ഥാനത്ത് ഈ ക്രിസ്തീയ സഹോദരിയുടെ വീട് നിർമ്മിച്ചു കൊടുക്കണം. ഇതാകുന്നു വിധി. ഇത് കേട്ടതോടുകൂടി ആ സ്ത്രീ അങ്ങനെ അവിടെ കടന്നുപോയി. ഈ ക്രിസ്തീയ സഹോദരി വിധി കേട്ടിട്ട് അങ്ങനെ കടന്നുപോയി. ആ കിടപ്പിൽ അവർ വിളിച്ചു പറഞ്ഞു, എനിക്ക് വീടും വേണ്ട, കാശും വേണ്ട, ഒന്നും വേണ്ട, പള്ളി അതുപോലെ നിന്നാ മതി, ഈ വിധി കേട്ടാൽ മതി എന്നായിരുന്നു. ലോകത്തിലെ തൻകലിപികളിൽ രേഖപ്പെടുത്തപ്പെടേണ്ട സംഭവങ്ങളാണ്, ഉന്നതമായ സംഭവങ്ങളാണ്. കാരണം ഇവര് ആ നീതിയോടുകൂടി നിലനിന്നതുകൊണ്ടാണ് അത് നിർത്തിയത്. മഹാനായ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു വിഷയത്തിൽ പ്രതിയായി വന്നിരിക്കുകയാണ്. ശുറൈഹ് റളിയല്ലാഹു അൻഹു ആണ് കേസിൽ, ഖാദി ശുറൈഹാണ് കേസിൽ വിധി പറയുന്നത്. എങ്ങനെയാണ് സംഭവം അറിയാം. അദ്ദേഹത്തിന്റെ ഒരു പടച്ചട്ട, ഈ പടയും അത് കാണാനില്ലേ, നല്ല ഇഷ്ടപ്പെട്ട സാധനം. പക്ഷെ അന്വേഷിച്ചപ്പോഴാണ് കൂഫയിൽ അല്ല, ഈ സംഭവത്തിന് മുമ്പ് ഈ സാധനം പിന്നീട് കിട്ടിയത് ഈ സന്ദർഭത്തിൽ കൂഫയിൽ വെച്ച് കിട്ടി. ശുറൈഹ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു വാദിയാണ് അദ്ദേഹത്തിന്റെ ഈ അദ്ദേഹം ശുറൈഹ് റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു കേസ് കൊടുത്തു. ആദ്യം ഈ ദൂതനോട് ചോദിച്ചിട്ട് തരുമോ, നിന്റെതാ. അയാൾ പറഞ്ഞു, നിന്റെതാന്ന് അയാൾ പറഞ്ഞു. ഖലീഫയാണ് അലി റളിയല്ലാഹു അൻഹു.
ഒരു രാജാവൊക്കെ അങ്ങനെ ചോദിക്കോ? ഒന്ന് ആ സാധനം മേടിക്കാതെങ്കിൽ അതിന് ശിക്ഷ ഉറപ്പാക്കുന്നുണ്ടത്. പക്ഷേ അദ്ദേഹം പറഞ്ഞില്ല, ജൂതം പറഞ്ഞു ഞാൻ തെറ്റിദ്ധരിച്ചതാണ്. റാവി സുലൈഹിന്റെ മുമ്പിൽ അലി റളിയല്ലാഹു അൻഹു കേസ് കൊടുത്തു, കോടതി വെച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ തെളിയിക്കാൻ ഇത് അലി റളിയല്ലാഹുവിന്റേതാണെന്ന് തെളിയിക്കാൻ അലി റളിയല്ലാഹുവിന് കഴിഞ്ഞില്ല. നിസ്സഹായനായ അലി റളിയല്ലാഹുവിനെ നിഷേധിക്കപ്പെട്ടു. ആ പടയെങ്കിൽ ജൂതൻ എന്നെ വിധിച്ചു. അലി റളിയല്ലാഹുവിനെ നിശബ്ദനായി ഞാൻ പോകുമ്പോൾ പുറകിൽ ഓടി വന്നു അലി റളിയല്ലാഹുവിനെ യഹൂദൻ കെട്ടിപ്പിടിക്കുകയാണ്. ഇത് നിങ്ങളുടേതാണ്, ഇതൊരു വിധിയാണ് തന്നത്. ഇത് രാജാക്കന്മാരുടെ ലോകത്ത് നടക്കാത്ത കാര്യമാണ്. ആ യഹൂദൻ ഇസ്ലാം സ്വീകരിക്കുന്ന നമുക്ക് കാണാം. ഇതേ അലി റളിയല്ലാഹു ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് മറ്റൊരു സംഭവം ഉണ്ടായി. അദ്ദേഹം ജൂതൻ തമ്മിലുണ്ടായ ഒരു വിഷയത്തിൽ അലി റളിയല്ലാഹുവിന് പ്രതിയാണ്. അലി റളിയല്ലാഹുവിനോട് ഉമർ റളിയല്ലാഹുവിന് അവർ രണ്ടാളും സംസാരിച്ചുകൊണ്ടിരിക്കവേ കോടതിയിലേക്ക് കയറി വന്നപ്പോ അലി റളിയല്ലാഹുവിനോട് ഉമർ റളിയല്ലാഹുവിന് പറഞ്ഞു, നിങ്ങൾ പ്രതിയാണ്, അതുകൊണ്ട് നിങ്ങൾ പ്രതിക്കൂട്ടിൽ കയറിക്കോ. അബുൽ ഹസൻ, താങ്കളാണ് ഈ കേസിലെ പ്രതി, അതുകൊണ്ട് താങ്കൾ പ്രതിക്കൂട്ടിൽ നിൽക്കണം. പക്ഷെ അലി റളിയല്ലാഹുവിന് ഇഷ്ടമില്ല. മുപ്പര് നീരസം വെറുപ്പ് പ്രകടിപ്പിച്ച് പ്രതിക്കൂട്ടിൽ പോയി നിന്നു. അവിടെ കോടതി അലി റളിയല്ലാഹുവിന് അനുകൂലമായി. പക്ഷെ ഉമർ റളിയല്ലാഹുവിന്റെ മനസ്സിൽ അലിയെപ്പോലുള്ള പ്രകടന സാധി, ഞാൻ പ്രതിക്കൂട്ടി കയറിക്കാൻ പറഞ്ഞതിന് എന്തിനാണ് ഇങ്ങനെ നീരസം പ്രകടിപ്പിക്കുന്നത്? അത് ശരിയല്ലല്ലോ, ചോദിക്കണം. കോടതി വരുന്ന ഉടനെ അലി റളിയല്ലാഹുവിനോട് ഉമർ റളിയല്ലാഹു ചോദിച്ചു, ഞാൻ നിങ്ങളോട് പ്രതിക്കൂട്ടി കയറിക്കാൻ പറഞ്ഞ നിങ്ങൾ എന്തിനാ നീരസം പ്രകടിപ്പിച്ചത്? പക്ഷെ അലി റളിയല്ലാഹു തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ എന്നെ എന്തിനാ വിളിച്ചത്? നിങ്ങൾ എന്നോട് പ്രതിക്കൂട്ടിൽ കയറി നിൽക്കാൻ നേരത്തെ എന്നെ വിളിച്ചത് അബുൽ ഹസൻ എന്നാണ്. ഹസന്റെ ഉപ്പ, അതിന്റെ ഓമന പേരും വിശിഷ്ടനാമവുമാണ്. ഒരു പ്രതിക്കൂട്ടിൽ കയറിക്കാൻ നേരത്തെ എന്നെ ഒരു പ്രത്യേകിച്ച് ഒരു നല്ല നാമം വിളിച്ച് എന്നെ ബഹുമാനിച്ചത് കയറ്റി നിർത്താൻ നിങ്ങൾ ആ പാട്ട് ഉപയോഗിച്ചത് എനിക്ക് ഇഷ്ടമായില്ല. ഞങ്ങളുടെ മലപ്പുറം ഭാഷയിൽ കയറിക്കളയാൻ കഴിയുന്നതേ പറയേണ്ടത്. അവിടെ താങ്കൾ ആ വാക്ക് ഉപയോഗിച്ചത് എനിക്ക് ഇഷ്ടമായില്ല. ആ ദിവസമാണ് ഞാൻ പ്രകടിപ്പിച്ചത്. അങ്ങനെ നീതിയുടെ എല്ലാ മര്യാദകളെ കുറിച്ചും പഠിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി അടുത്ത ഖുതുബയിൽ സൂചിപ്പിക്കാം. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരിക്കും നമ്മുടെ എവിടെയാണ് ഇസ്ലാമിക സംസ്കൃതി നിൽക്കുന്നത്, ഇസ്ലാമിക സംസ്കാരം എവിടെ നിൽക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല ഈ ഹദീസിലെ ബാക്കി 7 കാര്യങ്ങളെ കുറിച്ചും ബാക്കി 6 കാര്യങ്ങളെ കുറിച്ചും നാം ശരിക്കും പഠിക്കേണ്ടത്. നമ്മള് ഇസ്ലാമിനെ അഭിമാനത്തോട് ഇസ്സത്തോട് കൂടി സ്വീകരിക്കണം. ഇസ്ലാം ലോകത്തിന് സമർപ്പിച്ച ആ വിജ്ഞാനത്തിന്റെ മഹത്വം ഉൾക്കൊള്ളണം. അങ്ങനെ ഇസ്ലാമിക നാഗരികതയുടെ ശോഭനമായ ചില ചിത്രങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിയോടുകൂടി കാര്യങ്ങൾ നിർവഹിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവനെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ തണലിരിക്കുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ.